പ്രണയം നഷ്ടപ്പെട്ടവർ എങ്ങനെയാണ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത്? കുട്ടി ചോദിച്ചു. അധ്യാപകൻ പറഞ്ഞു, ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് ആ കാണുന്ന ചോളപ്പാടത്ത് പോയി വലിയൊരു ചോളം പറിച്ചുകൊണ്ടുവരിക. നിബന്ധന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, തിരികെ വന്ന് പറിക്കാൻ പാടില്ല. കുട്ടി ചോളപ്പാടത്തേക്ക് പോയി. ഇത്തവണ അവൻ വളരെ കെയർഫുൾ ആയിരുന്നു. നേരത്തെ കാണിച്ച മിസ്റ്റേക്ക് ആവർത്തിക്കാൻ പാടില്ലല്ലോ. പാടത്തിന്റെ മിഡിൽ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു മീഡിയം സൈസ് കോൺ പറിച്ച് സംതൃപ്തിയോടെ അവൻ തിരിച്ചു വന്നു. അധ്യാപകൻ പറഞ്ഞു, നീ ഇപ്പോൾ ഒഴിഞ്ഞ കൈയുമായിട്ടല്ല വരുന്നത്. ഇതാണ് ഏറ്റവും നല്ല കോൺ എന്ന് നീ തന്നെ വിധി എഴുതി. ഇങ്ങനെയാണ് പ്രണയം നഷ്ടപ്പെട്ടവർ വിവാഹത്തിനായി തയ്യാറെടുക്കും. കുട്ടി വീണ്ടും കൺഫ്യൂസ്ഡ് ആയി. എനിക്ക് മനസ്സിലാകുന്നത് ഏതാണ് നല്ലത്, പ്രണയിച്ച ആളിനെ കല്യാണം കഴിക്കും അതോ കല്യാണം കഴിച്ച ആളിനെ പ്രണയിക്കണം? അധ്യാപൻ പറഞ്ഞു, അത് വളരെ ലളിതമാണ്. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്ഥിതി പോലെയാണ്. മോറൽ, ജീവിതം ബാസ്കറ്റിലുള്ള ഫ്രൂട്ട്സ് പോലെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പഴം കഴിക്കണോ അതോ ആരോഗ്യകരമായ എന്തെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ചെലവഴിക്കും. നിങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നവർക്ക് ഈ രണ്ട് ചോയ്സിലും നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. ഇതുപോലെയുള്ള വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.